എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പൊട്ടാറ്റോയും ചിക്കനും കൂടെ ചേർത്തിട്ട് ബെഷമൽ സോസിൻ്റെ കൂടെ ഉള്ള ഒരു റെസിപ്പിയാണ്. ഈ ബെഷമൽ സോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾ പർപ്പസ് ഫ്ലവറും പാലും കൂടെയൊക്കെ ചേർത്തിട്ട് പ്രിറ്റി ബേസിക് ആയിട്ട് പല റെസിപ്പീസിനും ആഡ് ചെയ്യുന്ന ഒരു സോസാണ്. അപ്പം അത് വെച്ചിട്ടുള്ള ഒരു പൊട്ടാറ്റോ ചിക്കൻ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ ഐറ്റം. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുവാണ്. ഇത് നമ്മൾ 1 ലിറ്റർ പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് 1.5 സവാള കുനുകുന അരിഞ്ഞത്, ഇത് മൊസറല്ല ചീസ് വേണം, പിന്നെ ഒരു ക്യാപ്സിക്കം കുനുകുന അരിഞ്ഞത്, ഇത് ഒരു പൊട്ടാറ്റോ തിൻ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞത്, പിന്നെ ഇത് ചിക്കൻ ബ്രസ്റ്റ് ക്യൂബ്സ് ആണ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇനി ആദ്യമേ ഞാൻ നിങ്ങളെ പൊട്ടാറ്റോ എങ്ങനെ നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് കണ്ടാൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം ഞാൻ ഇവിടെ ഒരു ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്, അവനിൽ വെക്കാൻ പറ്റുന്ന ഒരു ട്രേ. അതിൻ്റെ അകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം ഓർത്തൊരു വലിയ ട്രേയിൽ ചെയ്യാമെന്ന്. അപ്പം ഞാൻ 2 പൊട്ടാറ്റോ എടുത്ത് പീലൊക്കെ ചെയ്ത് വെച്ചായിരുന്നു. പിന്നെ ഓർത്തു അത്ര ആവശ്യമില്ല, കാരണം ചീസൊക്കെ ഉള്ള റെസിപ്പിയാണ്. അപ്പം ഞാനിപ്പോൾ ഒരു പൊട്ടാറ്റോ ഇതുപോലെ തിൻ സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തു. അരിഞ്ഞു വെച്ച പൊട്ടാറ്റോക്കകത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഡ്രൈ ബാസിൽ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. തൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈം ആഡ് ചെയ്യാം. എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ നമ്മളിപ്പോൾ ഈ സമയത്ത് പൊട്ടാറ്റോയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണേ. കുറച്ച് പെപ്പർ തൂളി കൊടുക്കാം. കുറച്ച് സ്പൈസി ആയിട്ടിരുന്നോട്ടെ. കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനപ്പോൾ ഇങ്ങനെ നിരത്തി പൊട്ടാറ്റോ എല്ലാം നമ്മുടെ ട്രേയിൽ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുണ്ടല്ലോ, ഇത് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അവൻ പ്രീഹീറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഞാൻ അവൻ ഒരു 200 ഡിഗ്രി സെൽഷ്യസിലേക്ക് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ പൊട്ടാറ്റോ ബേക്ക് ചെയ്യാൻ വെക്കും ഒരു 20 മിനിറ്റോളം. ഒരു ഹാഫ് ബേക്കായിട്ട് കിട്ടിയാൽ മതി. അപ്പം അതാണ് നമ്മുടെ പ്ലാൻ. ഫുള്ളി ബേക്കായിട്ട് കിട്ടണ്ട. സോ നമ്മൾ പ്രീഹീറ്റായ അവനിലേക്ക് ഇത് ഒരു 20 മിനിറ്റ് നേരത്തേക്ക് വയ്ക്കാം. ഇനി നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതൊന്ന് ചൂടായി വരട്ടെ. കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഞാൻ വേറൊരു പാൻ ഇത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സോസ് ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ ഉപയോഗിക്കാം. ഇപ്പോൾ അത്യാവശ്യം മൂട് കട്ടിയുള്ള ഒരു പാനാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒലിവ് ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ ബ്രസ്റ്റ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്, നിങ്ങളുടെ ട്രേയുടെ വലിപ്പം അനുസരിച്ചിരിക്കും കേട്ടോ. നമുക്കൊന്ന് നിരത്തിയിടാം. ബോൺലെസ് ആയിട്ടുള്ള പീസസേ ഇതിലിടാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ചിക്കൻ ബ്രസ്റ്റ് പീസസ് എടുത്തിരിക്കുന്നത്. ഞാനൊന്ന് ചിക്കൻ ഒരു വെള്ള കളറാവുന്ന വരെ ഒന്ന് അടുപ്പത്ത് ഇടുവാണിത്. ഒരു സ്വല്പം കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിടാം. ചിക്കനൊന്ന് വെള്ള കളർ ആയപ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ അകത്തേക്ക് അനിയൻ അരിഞ്ഞത് ഇട്ട് കൊടുക്കുവാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ വൈറ്റ് അണിയനാണ് കുറച്ചുകൂടെ നല്ലത്. പക്ഷേ ഞാനിന്ന് താഴെ കടയിൽ പോയി വൈറ്റ് ഓണിയൻ മേടിക്കാനൊന്നും നിന്നില്ല. ഞാൻ ഓർത്ത് ഉള്ളതൊക്കെ വെച്ച് ഉണ്ടാക്കാം. ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. ഇനി ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുവാന്നേ. ഇത് ഒരു 3/4 ക്യാപ്സിക്കം കുനുകുന അരിഞ്ഞതാണ്. നിങ്ങൾക്ക് പിന്നെ നല്ല ഭംഗിക്ക് പല നിറത്തിലുള്ള ക്യാപ്സിക്കം ഒക്കെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ആകെ ഈ ഒരു പച്ച കളറിലെ ക്യാപ്സിക്കം ഉണ്ടായിരുന്നുള്ളൂ. അതങ്ങ് ഇട്ട് കൊടുത്തു. ചിക്കനൊക്കെ ഓൾറെഡി അത്യാവശ്യം വെന്തു.
നിറമൊക്കെ മാറി വന്നുണ്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ഇട്ട് കൊടുക്കുവാണേ. ടൊമാറ്റോ പേസ്റ്റ് നമുക്കൊന്ന് നല്ലോണം ഇതിൽ ഇളക്കി ചേർക്കാം. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇന്ത്യൻ ടച്ച് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി അല്ലെങ്കിൽ എന്നാ ടർമറിക് പൗഡർ അങ്ങനെ നമ്മൾ സാധാരണ ചിക്കനിൽ ചേർക്കാനുള്ള എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരുപാട് മസാല ചേർക്കാതെ ഉണ്ടാക്കുവാണ്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഉപ്പും കുരുമുളകും ഒക്കെ ആഡ് ചെയ്യാൻ പോവാം. ഒരു ടീസ്പൂൺ ജീര, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, സ്വല്പം ഉപ്പ്. നമ്മൾ ചിക്കനിലൊന്നും ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ നമ്മളിപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് പപ്രിക്ക പൗഡർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പപ്രിക്ക പൗഡർ ആകുമ്പോൾ കുറച്ച് എരിവ് കിട്ടും. മുളക് പൊടിയൊന്നും ഞാനിതിൽ ആഡ് ചെയ്യുന്നില്ല. ഡൺ. അതും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചിക്കനിലേക്കുള്ള പരിപാടി കഴിയുവേ. ഞാൻ കുറച്ച് വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഞാനിത് വെളുത്തുള്ളി ചതച്ചതാണ്. നമുക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താലും മതി. നമുക്കൊന്ന് വെറുതെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ അമ്മി അത്ര മതി. അടുപ്പ് ഓഫ് ചെയ്യാന്നേ. അത്രേ ഉള്ളൂ. നമ്മുടെ ചിക്കൻ്റെ പരിപാടി കഴിഞ്ഞു. ഞാനത് ഓഫ് ചെയ്തു. ഇനി നമുക്ക് സോസ് ഉണ്ടാക്കാം. ബെഷമൽ സോസ്. നമ്മളിപ്പം വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കുറേ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 50 തൊട്ട് 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്തു. അതൊന്ന് ഉരുക്കി വരട്ടെ. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ 50 ഗ്രാം ഓൾ പർപ്പസ് ഫ്ലവർ ഇട്ട് കൊടുക്കുവാണ്. നമുക്ക് എന്നിട്ട് മിക്സ് ചെയ്യാം. എഗെയിൻ ഇതിൻ്റെയൊക്കെ അളവ് നമ്മുടെ ട്രേയുടെ വലുപ്പം അനുസരിച്ചിട്ടായിരിക്കും. ഞാനിപ്പോൾ ചെറിയൊരു ട്രേ എടുത്തിരിക്കുന്നതുകൊണ്ട് ഇത്രയും ഓൾ പർപ്പസ് ഫ്ലവർ മതി. തീ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുവാണേ. ഇനി നമ്മൾ തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ചായിട്ട് പാൽ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പം ലമ്പൊക്കെ പോകുന്ന രീതിയിൽ നമ്മൾ മെല്ലെ മെല്ലെ പാൽ ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് ഞാൻ 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തു. അത്രയും മതി. ഇനി ഇത് നമ്മളിങ്ങനെ കുറുക്കിയെടുക്കണം, റെഡ്യൂസ് ആവുന്നവരെ. ഇനി നമ്മളിതിങ്ങനെ കുറുക്കിയെടുക്കണം, കുറച്ച് കണ്ടൻസ് ആവുന്നവരെ. ഞാൻ ആ തവി വെച്ചിട്ട് ഇളക്കിയിട്ട് അത്ര ശരിയാവുന്നില്ല, അപ്പം ഞാൻ ഇത് വെച്ചു ഇളക്കുക. ഇതിപ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ടേ. ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ടൻസ് ചെയ്തെടുക്കാൻ നോക്കുക നമ്മൾ. ഞാനിപ്പോൾ ഒരു 5 മിനിറ്റോളം ഇതിങ്ങനെ ഇളക്കി കൊടുത്തു. കുറച്ച് പെപ്പർ ഫ്ലേവറിന് ആഡ് ചെയ്തു, ഒരു ടീസ്പൂണോളം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഞാൻ എന്നിട്ട് അടുപ്പ് ഓഫ് ചെയ്തു. പിന്നെ ഒരുപാട് സ്പൈസി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ. നമ്മുടെ ബെഷമൽ സോസ് റെഡിയായി. ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു. ഇനി നമ്മൾ അടുപ്പ് ഓഫ് ചെയ്ത് കുറച്ച് നേരം തണുക്കാൻ വെക്കണേ സോസ്. എന്നിട്ട് നമുക്ക് നമ്മുടെ പൊട്ടാറ്റോ എന്തായെന്ന് നോക്കാം. അപ്പം നമ്മുടെ ബേക്കായ പൊട്ടാറ്റോയുടെ പുറത്തേക്ക് നമുക്ക് ഈ ചിക്കൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ദേ ഇതുപോലെ ചിക്കൻ നല്ല രീതിയിൽ ഇതിൻ്റെ പുറത്ത് നിരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നമ്മളുണ്ടാക്കിയ സോസില്ലേ, അത് ആറാൻ കാത്തിരിക്കുക. അത് ആറി കഴിയുമ്പോൾ ഞാനത് ഇതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കുവേ. അപ്പോൾ നമ്മുടെ സോസ് റെഡി ആയപ്പോഴത്തേക്കും, നമ്മുടെ സോസ് തണുത്തപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ ട്രേയിലേക്ക്, അതായത് നമ്മൾ ചിക്കനൊക്കെ സ്പ്രെഡാക്കി വെച്ചിരുന്ന ട്രേ ഇല്ലേ, അതിൻ്റെ പുറത്തേക്ക് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. ഞാനത് മൊത്തം ആവശ്യം വരുമെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ചായിട്ട് എടുത്ത് സ്പ്രെഡ് ചെയ്യുന്നത്. ബാക്കിയിൽ ഞാൻ പാസ്ത റെഡിയാക്കും പിള്ളേർക്ക്. ഞാനിപ്പോൾ നമ്മുടെ സോസ് ഒന്ന് നല്ല രീതിയിൽ ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ അകത്തേക്ക്.
അപ്പം അവൻ നമ്മൾ 200 ഡിഗ്രി സെൽഷ്യസിലേക്ക് പ്രീഹീറ്റ് ചെയ്യാൻ വീണ്ടും വെച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഈ ട്രേയിലേക്ക് മൊസറില്ല ചീസ് ഇട്ട് കൊടുക്കുവാണേ. നമുക്കിനി ഇത് അവനിൽ ബേക്കാവാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി ഇതിൽ ഓൾമോസ്റ്റ് എല്ലാം ബേക്ക് ആയതാണ്. അപ്പോൾ ഒരുപാട് നേരം വെക്കണ്ട, ഞാൻ പറയാം. ചീസ് ഒന്ന് ബബിളപ്പ് ആവാൻ നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. അതൊന്ന് ബബിളൊക്കെ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാം. ഞാൻ പറയാം എന്തോരം സമയം വെക്കണമെന്ന്. അപ്പോൾ നമ്മുടെ റെസിപ്പി റെഡിയായി. ഇതിൽ നിന്ന് ഞാനൊരു സ്ലൈസ് എടുത്ത് സെർവ് ചെയ്യുവാണേ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഇന്നാളൊരു ദിവസം ഒരു ചിക്കൻ എൻചിലാഡാസ് ചെയ്തില്ലേ, ഏകദേശം അതിൻ്റെ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ വരുന്ന ഒരു റെസിപ്പിയാണ് ഇന്നത്തെ. ചീസും പാലും പിന്നെ നമ്മൾ പൊട്ടാറ്റോ ചിക്കൻ എല്ലാം കൂടെ മിക്സായിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക എക്സ്ട്രാ സീസണിങ് ഒക്കെ ഇട്ടുള്ള ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻസിൽ പറയണം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.